ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ കേസിൽ വമ്പന്മാർ രക്ഷപ്പെടും, അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ മാർച്ച് അവസാനം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ കേസ് എഴുതി തള്ളാനുള്ള ചില നടപടിയിലേക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിരപരാധികൾ ആരും ശിക്ഷിക്കപ്പെടാൻ പാടില്ല, അത് ഏത് രംഗത്തായാലും ശരി. രണ്ടുപേരും ഉഭയസമ്മതപ്രകാരം നടക്കുന്ന ചില സംഭവ വികാസങ്ങളിൽ പുരുഷൻ മാത്രമോ അല്ലെങ്കിൽ സ്ത്രീ മാത്രമോ ശിക്ഷിക്കപ്പെടാനും പാടില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ സ്വാധീനമുള്ളവർ രക്ഷപ്പെട്ടു പോകുന്നു, സ്വാധീനമില്ലാത്തവർ ആണായാലും പെണ്ണായാലും ശിക്ഷിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് സിനിമാ രംഗം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി സിനിമാ രംഗത്ത് ചില കാര്യങ്ങൾ, അസ്പൃശ്യമായ ചില കാര്യങ്ങൾ, ചില തെറ്റായ വഴികൾ പിന്തുടർന്നുകൊണ്ട് നടക്കുന്നുണ്ടെന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്നാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത്. അതിൽ സിനിമാ രംഗത്ത് നിന്ന് ഉർവശി ശാരദയെ അടക്കമുള്ളവരുണ്ടായിരുന്നു. ആലോചിക്കണം. ആ റിപ്പോർട്ട് അവർ സമർപ്പിച്ചു. ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോഴും ഈ റിപ്പോർട്ട് കാണാനിടയായപ്പോൾ ഇത് ഭയങ്കരമായിരിക്കുന്നു. നമ്മളിത് നിസ്സാരമായി കണ്ടതല്ല. ഇത് വമ്പന്മാർ പലരുമുണ്ട്. അയ്യോ, ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാക്കിക്കൊണ്ട് തന്നെ ഇതപ്പാടെ പുറത്തു വിട്ടാൽ പല വമ്പന്മാരും അവരുടെ രഹസ്യങ്ങളും പുറത്തു വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് പൂഴ്ത്തിവെക്കാൻ തന്നെ തീരുമാനിച്ചു. പിന്നീടൊരു മാധ്യമ പ്രവർത്തകരാണ് സത്യത്തിൽ വിവരാവകാശ കമ്മീഷൻ്റെ മുന്നിൽ ഇത് കൊണ്ടുവന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവരാവകാശ കമ്മീഷൻ ഇത് പുറത്തു വിട്ടതെന്ന് ആലോചിക്കണം. പിന്നെ പ്രശ്നങ്ങളായ നെട്ടോട്ടമാണ്. അയ്യോ, ഞങ്ങളുടെ പേര് പാടില്ല, ഇവരുടെ പേര് പാടില്ല എന്ന് മാത്രമല്ല, ഇത് നമ്മൾ കഴിഞ്ഞ വല്ല സ്റ്റാർഡം പോലും തകർന്നു വീടില്ലേ, വലിയ ഹിമാലയം തകർന്നു വീഴുന്ന പോലെ പല സംഭവം ഉണ്ടാവില്ലേ. എന്നാൽ എല്ലാവരെയും നിരപരാധികളായി കാണാൻ പറ്റുമോ? ചിലരൊക്കെ ശിക്ഷിക്കപ്പെടേണ്ടവരില്ലേ? ചിലരുടെ അകത്തൊക്കെ ചെളി വാരിയേറിയേണ്ടവർ, അല്ലെങ്കിൽ ഈ കമ്മിറ്റിക്ക് എന്ത് പ്രസക്തി എന്ന് ചിന്തിച്ചവരുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണോ അല്ലയേ എന്നുള്ളതല്ല. ഞങ്ങൾ കണ്ടത്, നിങ്ങൾ കണ്ടത്, നമ്മളെല്ലാം കേട്ട് അറിഞ്ഞ കുറേ കാര്യങ്ങളാണ് പിന്നെ വന്നത്. ഈ അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ മൊത്തം അവർ പുറത്തു വിട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചില പ്രത്യേക പേജുകൾ അവർ ഒളിപ്പിച്ചു വെച്ചു. ആ ഒളിപ്പിച്ചു വെച്ച പേജുകളിലായിരുന്നു പല പേരുകളും ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ, ചർച്ചകൾ നടന്നു. ചില നടികളെന്ന് പറയുന്നവർ എന്ന് പറഞ്ഞാൽ പ്രശസ്തയായ നടികൾ ആരും തന്നെ ഇക്കാര്യത്തിൽ പരസ്യമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ചില നടികളെന്ന് പറയാൻ കാരണം. ആ നടികളിൽ തന്നെ ഒരേ നടി തന്നെ പലരുടെയും പേരുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ സ്വാഭാവികമായിട്ട് സിനിമാ രംഗത്തെ ചില പ്രമുഖന്മാരിൽ പലരുമടക്കമുള്ളവർ തങ്ങളെ ദ്രോഹിച്ചു, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഞങ്ങളെ ദ്രോഹിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ തെളിവുകളും ഉണ്ടായി. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നല്ല സിദ്ദിഖിനെ ചോദ്യം ചെയ്യേണ്ടി വന്നു. അറസ്റ്റ് ചെയ്തില്ല എന്ന അവസ്ഥയെത്തി. മുകേഷ് വന്നു, ജയസൂര്യ വന്നു, ഇടവള, അങ്ങനെ കുറേ പേര് വന്നു. ഇക്കൂട്ടത്തിൽ ചില വമ്പന്മാരും കൂടി പേര് വന്നെങ്കിലും ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് സ്ത്രീക്ക് മാത്രമല്ല നീതി, പുരുഷനും നീതിയുണ്ട്, അവകാശങ്ങളുണ്ട് എന്ന് വ്യക്തത വരുത്തിയതിൻ്റെ പേരിൽ പിന്നെ പലരുടെയും പേര് വന്നിട്ടില്ല എന്നാലോചിക്കണം. അതേ സമയത്ത് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു തീരുമാനമെടുത്ത് ഒരു അന്വേഷണ കമ്മീഷനെ, അതായത് വനിതാ പോലീസ് ഓഫീസർ പൂങ്കുയിലടക്കമുള്ളവർ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുക. ഈ കമ്മിറ്റി ആരോപണം ഉന്നയിച്ച, അതായത് 45ഓളം പേരാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ളത്. പോലീസിന് മുമ്പിലല്ല, ജസ്റ്റ് ഹേമ കമ്മിറ്റി മുമ്പിൽ കൊടുത്തിട്ടുള്ളതാണ്. ആ 45 പേരിൽ 9 പേര് മാത്രമാണ് പിന്നെ പരസ്യമായിട്ട് രംഗത്തും വന്നിട്ടുള്ളത്. ബാക്കി ആരും വന്നിട്ടില്ല. ഇവരെയെല്ലാം കണ്ട് അവർ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും അവരുടെ വീടുകളിൽ ചെന്ന് അവിടെ കണ്ട് അവരെ മൊഴിയെടുക്കണമെന്നാണ് ഈ കമ്മിറ്റി, പുതിയ സംഘാടക സമിതി, അന്വേഷണ സംഘാടക സമിതി തീരുമാനം. ആ തീരുമാനപ്രകാരം ഇവർ പലരെയും സമീപിച്ചെങ്കിലും പോലീസിനോട്
ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ അവർ തയ്യാറായില്ല. കാരണം ഞങ്ങൾ കേസ് പോകുന്നതിലല്ല, ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഭാവിയിൽ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ള അടിസ്ഥാനത്തിൽ അത് തടയിടണം, സ്വാതന്ത്ര്യം വേണം, രണ്ടു തരം നീതി പാടില്ല എന്നൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കേസുണ്ടായിരുന്നത്. അവിടെ തന്നെ WCC അടക്കമുള്ളവർ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വിടണമെന്നുള്ള അവകാശമായി അവർ മുന്നോട്ട് വന്നുവെന്ന്. ഈ WCCയിലെ മെമ്പർമാരിൽ പ്രധാനികളായ ചിലർ തങ്ങൾക്കുണ്ടായ പഴയകാല തിക്താനുഭവങ്ങളും അവർ പിന്നീട് തുറന്നു പറയുകയുണ്ടായി എന്ന് ആലോചിക്കണം. പക്ഷേ അതിനും അവർക്ക് പരാതിയില്ല. പരാതി കൊടുത്തവർ, അത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് ചിലരുടെ ആഗ്രഹം. അത് പല കാരണങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ജസ്റ്റിസ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഇവിടുത്തെ പല വമ്പന്മാരും നിശബ്ദരായി എന്നാലോചിക്കണം. ഒരു പരിപാടിയിലും അവർ പങ്കെടുത്തില്ല എന്നാലോചിക്കണം. പിന്നീട് അവരും മറ്റുള്ളവരും തമ്മിൽ ചില ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവർ പിന്നെ സജീവമായി ഇറങ്ങി. ഒരിക്കലും അവരുടെ പേരുകൾ ഈ കമ്മിറ്റിയുമായി റിപ്പോർട്ട് പുറത്തു വിടുകയില്ല, പുറത്തു വരികയുമില്ല എന്നുള്ള ഉറപ്പ് കൊടുത്തതിൻ്റെയോ കിട്ടിയതിൻ്റെയോ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർക്ക് ആശ്വസിക്കാൻ കഴിഞ്ഞത്. അതിലേതാനും പേരുടെ പേരുകൾ മാത്രം മാത്രമാണ് പുറത്തു വന്നതും അവർ മാത്രമാണ് മോശക്കാര് എന്നുള്ളതിലൊരു പ്രചരണം ഉണ്ടായെന്ന് ആലോചിക്കണം. അതിൻ്റെ പേരിൽ അവരുടെ കുടുംബങ്ങൾ തകർന്നു പോയി എന്ന് ആലോചിക്കണം. അപ്പോൾ ചോദിക്കും, മറ്റൊരു കുടുംബങ്ങളില്ലേ എന്നുള്ളത്. അവിടെയാണ് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളത്, കുടുംബങ്ങൾ എല്ലാവർക്കുമുണ്ട്. അപ്പോൾ 24 വർഷം മുമ്പോ 25 വർഷം മുമ്പോ നടന്ന സംഭവങ്ങളല്ല ഇപ്പോൾ പറയേണ്ടത്. കാരണം ഒരു സ്ത്രീ ഇപ്പോൾ പറയുമ്പോൾ 25 വർഷം മുമ്പ് നടന്ന സംഭവം നടന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ഏകദേശം 45 50 വയസ്സായെന്ന് ആലോചിക്കണം. അവർ വിവാഹിത ആയിരിക്കാം, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ആയിരിക്കാം, മക്കൾ പ്രായപൂർത്തിയായിരിക്കാം, വേറിട്ട് ജീവിതമായി. അപ്പോൾ അവരെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒരു കോട്ടവും ഇനി ഉണ്ടാവുകയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷം ഈ റിപ്പോർട്ടിൽ പുറത്തുവിട്ടത്. അതേ സ്ഥാനത്ത് അന്ന് ഇത്രയും പ്രശസ്തരല്ലാതിരുന്ന പല നടന്മാരും ഇന്ന് പ്രശസ്തിയുടെ നിന്നും MLA ആയി, രാഷ്ട്രീയത്തിലെ വമ്പന്മാരായി, നടന്മാരായി, നിർമ്മാതാവായി അങ്ങനെ വിരാജിക്കുമ്പോഴാണ് ഈ റിപ്പോർട്ട് ഇങ്ങനെ വരുമ്പോൾ അവരെ കുടുംബം മാത്രമല്ല അവർ സാമൂഹ്യ ബന്ധങ്ങൾ കൂടി തകർന്നു പോകുന്നതിലെത്തിക്കുന്നുള്ളൊരു ചർച്ച വന്നു എന്ന് ആലോചിക്കണം. ഈ ചർച്ചയെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇനി എന്ത് എങ്ങനെ എന്നുള്ളതാണ്. നമുക്കറിയാം, പുറത്ത് നമ്മൾ സഞ്ചരിക്കുമ്പോൾ പല ചർച്ചകളിൽ മനസ്സിലാക്കുന്നത് ഇവിടെ 2 തരം നീതിയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ 2 തരം നീതിയുടെ ആവശ്യമില്ല. വലിപ്പ ചെറുപ്പം ഉണ്ടാകാൻ പാടില്ല. വലിയവർക്ക്, സംസ്ഥാന സർക്കാരിൽ സ്വാധീനമുള്ളവർക്ക്, പോലീസിൽ സ്വാധീനമുള്ളവർക്ക് ഒരു നിയമം, അല്ലാത്തവർക്ക് വേറെ നിയമം. ആ നിയമം പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സിനിമാ സംഘങ്ങൾ നിരവധി ഉണ്ട് എന്ന് ആലോചിക്കണം. പലരുടെ പേരിലും കേസുണ്ടെന്ന് ആലോചിക്കണം. നടന്മാരുടെ പേരിൽ മാത്രമല്ല, പല വമ്പന്മാരുടെ പേരിലും കേസ് ഉണ്ട് എന്ന് ആലോചിക്കണം. ഇവരില്ല എന്നുള്ളതിൽ പ്രചരണം നടക്കുമ്പോൾ തന്നെ അതായത് ലീക്ക് ഔട്ട് ചെയ്ത ചില കാര്യങ്ങളുണ്ട്, ലീക്കായ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഈ വമ്പന്മാരുടെയും പേരുകളെല്ലാം പുറത്ത് വന്നിട്ടുണ്ടെന്ന് ആലോചിക്കും. നിയമാനുസൃതമല്ലാത്തത് കൊണ്ട് പലരും അത് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇപ്പോൾ ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്, അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്, ഹേമ കമ്മിറ്റിയോട് പറഞ്ഞ ഈ 45 പേരും പോലീസിനോട് സഹകരിക്കുന്നില്ല. ഏകദേശം 9 കേസുകൾ മാത്രമാണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ളവർ സമീപിച്ചെങ്കിലും അവരിതിന് മുന്നിട്ടിറങ്ങുന്നില്ല. അതുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കണമെന്ന് പറയാൻ തന്നെയാണ് ഈ അന്വേഷണ സംഘം ഹൈക്കോടതിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. അത് ഈ മാർച്ച് അവസാനത്തോടു കൂടി തന്നെ ഈ കേസ് അവസാനിപ്പിച്ചുകൊണ്ട്, അതായത് നമ്മൾ ജനഗണന പാടുന്നത് പോലെ എല്ലാം അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ വരുന്നു. ഇപ്പോൾ കുറ്റപത്രം കൊടുത്തിരിക്കുന്ന 3 4 ആർട്ടിസ്റ്റുകളുണ്ടായിരിക്കാം, മുകേഷ് അടക്കമുള്ളവർ. ഈ കുറ്റപത്രം അവരുടെ കുടുംബങ്ങളുണ്ട്, അവരുടെ കേസുകളുണ്ട്. ആ കേസുകളുടെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളതാണ്. അതും എഴുതി തള്ളുമോ എന്നുള്ള. അതല്ല, മറിച്ച് ഇങ്ങനെ കൈക്കോടി കൊടുക്കാൻ പോകുമ്പോൾ തന്നെ WCC അടക്കമുള്ള സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വരാൻ പോകുന്നു എന്നുള്ളത്. കാരണം ഈ ഒരു കേസും എഴുതി തള്ളാനുള്ളതല്ല, ഇത് പല തരത്തിലുള്ള സ്വാധീനത്തിൻ്റെയും ഭീഷണിയുടെയും പേരിലാണ് പലരും പോലീസിനോട് തുറന്നു പറയാത്തത്. ഇതൊരു പ്രത്യേക അജണ്ട തന്നെയാണ്. ആ അജണ്ട വെച്ചിട്ട് തന്നെയാണ് അന്വേഷണ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. അവിടെ പലരും ഭയന്നുകൊണ്ട് തന്നെയാണ്
പോലീസിനോട് നടന്ന കാര്യങ്ങൾ തുറന്ന് പറയാത്തത് എന്ന് പറയുമ്പോൾ തന്നെ ഈ കേസ് എങ്ങനെ അവസാനിപ്പിച്ചാലും ഇതിനെക്കുറിച്ച് സമഗ്രമായൊരു പുസ്തകം അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജനങ്ങൾക്ക് ഫ്രീ ആയി കൊടുക്കാൻ വേണ്ടി തന്നെ ആയിരക്കണക്കിന് കോപ്പികൾ അച്ചടിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റിയുടെ യഥാർത്ഥ പ്രതികളുടെ മുഖം പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് ഒരു വിഭാഗം ഉറച്ച് വിശ്വസിക്കുന്നതും അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സത്യം എന്നായാലും പുറത്തു വരട്ടെ.